الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ ശാസനകൾ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ പടച്ച റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജീവിതത്തിൻ്റെ ഏതൊരു സംസ്കാരമാണോ നമ്മുടെ മുമ്പാകെ സമർപ്പിച്ചത്, ആ സംസ്കാരത്തെ മനസ്സിൽ അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടി ഉയർത്തിപ്പിടിക്കാൻ റബ്ബ് നമ്മെ പ്രത്യേകം തുണക്കുമാറാകട്ടെ. സംഘജീവിതം എന്ന വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മുസ്ലിങ്ങൾ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ചോദ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള നമ്മുടെ അസ്തിത്വത്തിൻ്റെ ചോദ്യമാണ്. നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ അന്തസ്സും ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ രൂപപ്പെടുന്നത്. എങ്ങനെയാണ് ഒരു മുസ്ലിം ഭൂമുഖത്ത് ജീവിക്കേണ്ടത്? ഓരോരുത്തരും അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ തട്ടകങ്ങളിൽ, അവരവരുടെ മാളങ്ങളിൽ പരിമിതരായി, ശിഥിലരായി, ഒറ്റപ്പെട്ട വ്യക്തികളായി ജീവിക്കേണ്ടവരാണോ? അതോ ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ ആ നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട്
വ്യവസ്ഥാപിതമായ നിലയിൽ അച്ചടക്കത്തോടുകൂടി ജീവിക്കേണ്ട ഒരു സംഘമാണോ, സമാജമാണോ മുസ്ലിങ്ങൾ? വളരെ വളരെ പ്രസക്തമായ ഒരു പ്രശ്നമാണ് ഇത്. നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ചിന്തിച്ച് തീരുമാനമെടുക്കേണ്ടുന്ന, മുമ്പോട്ടുള്ള പോക്കിൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇത്. നമ്മൾ ഒറ്റയൊറ്റ തിരിഞ്ഞ് ഒറ്റപ്പൂരാടന്മാരായി ജീവിക്കേണ്ടവരാണോ? പലപ്പോഴും സംഘങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നും മാറി നിൽക്കുന്ന സുഹൃത്തുക്കൾ പലപ്പോഴും ആ ഒറ്റപ്പെടലിനെ മഹത്വവൽക്കരിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കൊരു സംഘടനയുമായും ബന്ധമില്ല, എന്റെ സംഘടന ഇസ്ലാമാണ്, ഞാൻ നിസ്കാരം നോമ്പൊക്കെ ഇട്ടങ്ങനെ കഴിഞ്ഞുകൂടുന്നു. ഒരുപക്ഷേ സംഘടനകൾ, മതസംഘടനകൾ നമ്മുടെ കാലഘട്ടത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ചേരിപ്പോരിന്റെയും പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിഹത്യകളുടെയും വളരെ മോശമായ സംഘടനാ കക്ഷി മാത്സര്യങ്ങളുടെയും പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ അത്തരമൊരു മനോഭാവം വളർന്നു വന്നിട്ടുണ്ടാവുക. പക്ഷേ അത്തരം വിഷയങ്ങൾക്കൊക്കെ അപ്പുറം പ്രാധാന്യമുള്ളതാണ് ഈ വിഷയം. ഇസ്ലാമികമായ ഒരു സംഘത്തോട് ചേർന്ന് നിൽക്കാതെ ഒറ്റപ്പെട്ട് നമ്മുടെ ഇബാദത്തുകളുമായിട്ട് മുന്നോട്ടു പോകാൻ യഥാർത്ഥത്തിൽ ദീനിൽ നമുക്ക് അനുവാദമുണ്ടോ? നമ്മൾ അങ്ങനെ വ്യക്തിപരമായ ഒരു ഇസ്ലാമിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമായിട്ടൊക്കെ മുമ്പോട്ട് പോകേണ്ടവരാണോ? സമൂഹത്തോടും സമാജത്തോടും കാലഘട്ടത്തോടും ലോകത്തോടും നമുക്ക് പ്രതിബദ്ധതയില്ലേ, ഉണ്ടാവേണ്ടതില്ലേ? ഈ ചോദ്യം തീർച്ചയായും വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രകൃതിയുടെയും മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ശരിയായ ഒരു ദിശയിലൂടെ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം. വളരെ ലളിതമാണ് വിഷയം. ഇസ്ലാമിന്റെ പ്രകൃതം, ഇസ്ലാമിന്റെ ശൈലി, യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ചരിത്രം എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? അത് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും, ചരിത്രത്തിന്റെ കണ്ണാടിയിൽ ഇസ്ലാം എന്നത് ഒരിക്കലും ഒരു മതത്തിന്റെ സ്വഭാവമല്ല പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു കേൾവിയിൽ വിവാദപരം എന്ന് തോന്നാവുന്ന ഒരു വിഷയമാണ്. ഇസ്ലാം ഒരു മതമേയല്ല. അഥവാ നമ്മൾ പരിചയിച്ചിട്ടുള്ള ആത്മീയ മതങ്ങൾ, ആ മതങ്ങളുടെ ഗണത്തിൽ എണ്ണപ്പെടാവുന്ന ഒരു കേവല മതമാണോ ഇസ്ലാം? ചരിത്രത്തിൽ എന്തെങ്കിലും ഇസ്ലാം അങ്ങനെയായിരുന്നോ? നമുക്ക് ബോധ്യമാകുന്നു, ഇസ്ലാം ചരിത്രത്തിൽ ഒരു മതം എന്നതിലുപരി ഒരു പ്രസ്ഥാനത്തിന്റെ സ്വഭാവമാണ് യഥാർത്ഥത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. കേവലം ഒരു മതത്തിന്റെ പരിമിതമായ ഒരു ഗണത്തിൽ ഇസ്ലാമിനെ ഉൾപ്പെടുത്തുക. മതം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊക്കെ അറിയും. മതമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പള്ളിയും ഒരു അമ്പലവും ഒരു ചർച്ചുമാണ് മനസ്സിലേക്ക് വരിക. അതുമായി ബന്ധപ്പെട്ട കുറെ ആചാരോപചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനാമുറകളും ചില വിശ്വാസങ്ങളും ആത്മീയതയും. ഇതിനപ്പുറം മതത്തിന് വലിയ സ്കോപ്പും റേഞ്ചുമൊന്നുമില്ല. അതുകൊണ്ടാണ് മതം വരണ്ട എന്ന ആളുകൾ പറയുന്നത്. മനുഷ്യജീവിതത്തിന്റെ നിർണായകമായ മേഖലകളിലേക്ക് കടക്കുമ്പോൾ മതം വരേണ്ടതില്ല. ജീവിതത്തിന്റെ ചലനാത്മകങ്ങളായ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിലേക്ക് മതത്തിന് പ്രവേശനമില്ല എന്നാണ് പറയുന്നത്. കാരണം മതത്തെ സംബന്ധിച്ചുള്ള പാരമ്പര്യ ധാരണ അങ്ങനെയാണ്. മതം എന്ന് പറഞ്ഞാൽ ആത്മീയതയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൂജകളും വഴിപാടുകളും നേർച്ചകളും വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആചാരങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഏർപ്പാടിനാണ് മതം എന്ന് പറയുന്നത്. അതിനപ്പുറം മനുഷ്യനെ നിർണയിക്കാൻ, മനുഷ്യ സമൂഹത്തിന്റെ ഗതി തീരുമാനിക്കാൻ, ലോകത്തിന്റെ മുഖം മാറ്റിയെടുക്കുന്നതിൽ യഥാർത്ഥത്തിൽ മതത്തിന് വല്ല പങ്കുമുണ്ടോ? ഞാൻ സൂചിപ്പിക്കുന്നത്, മതം എന്ന പദം ധ്വനിപ്പിക്കുന്ന പരിമിതമായ ജീവിതത്തിന്റെ മേഖലകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല ഇസ്ലാം. ഒരിക്കലും വിശുദ്ധ ഖുർആൻ അതിനെ ഈ അർത്ഥത്തിലൊരു മതമായിട്ട് പ്രയോഗിച്ചിട്ടേയില്ല. നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്.
വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് ദീൻ എന്നാണ്, മതം എന്നല്ല, ദീൻ എന്നാണ്. ആ ദീനിൽ എന്തെല്ലാം ഉൾപ്പെടുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഒരാവർത്തി കടന്നുപോകുന്ന ഏത് സാധാരണക്കാരനും ബോധ്യമാകും. പാണ്ഡിത്യത്തിന്റെ ആവശ്യമില്ല. ഏതൊരു സാധാരണക്കാരനായ മുസ്ലിമിനും വിശുദ്ധ ഖുർആന്റെ പരിഭാഷകൾ ധാരാളം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരാവർത്തി ഖുർആനിലെ 6234 വചനങ്ങളിലൂടെ കടന്നുപോയാൽ വിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്ന ദീൻ എന്ത് എന്ന് നമുക്ക് ബോധ്യമാകും. ഒരു തർക്കത്തിനും പഴുതില്ലാത്ത വിധം അള്ളാഹുവിന്റെ ദീനിനെ സംസ്ഥാപിക്കലാണ് മുസ്ലിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഖുർആൻ പറയുന്നത്. എല്ലാ അമ്പിയാക്കന്മാരുടെയും ലക്ഷ്യം അതായിരുന്നു. ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ അൻ അഖീമുദ്ദീൻ വലാ തതഫറഖൂ ഫീഹി. സൂറത്ത് ശൂറയിലെ 13-ാം വചനം. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രവാചകന്മാരെയൊക്കെ നിരത്തി നിർത്തിയിട്ട് ഉലുൽ അസ്മിൽപ്പെട്ട അമ്പിയാക്കന്മാരുടെയൊക്കെ പേര് പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, നൂഹിനെ നാം അറിയിച്ചു കൊടുത്തത്, മുഹമ്മദേ താങ്കൾക്ക് നാം പറഞ്ഞു തന്നത്, മൂസ, ഈസ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഈ പ്രവാചകന്മാർക്കൊക്കെ അലൈഹിമുസ്സലാത്തു വസ്സലാം ഇവർക്കൊക്കെ ലഭിച്ചത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ദിവ്യബോധനം എന്തായിരുന്നു? അൻ അഖീമുദ്ദീന, ഈ ദീനിനെ നിങ്ങൾ സ്ഥാപിച്ചു നിലനിർത്തണം. ഇതിനുവേണ്ടിയാണ് എല്ലാ നബിമാരും വന്നത്. എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാർ പണിയെടുത്തത് ഈ ദീനിനെ സ്ഥാപിച്ച് നിലനിർത്താൻ വേണ്ടിയായിരുന്നു. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെയും ദൗത്യം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ലക്ഷ്യം നിർണയിക്കുന്നു. എങ്കിൽ ഖുർആൻ പരാമർശിച്ച ഈ ദീൻ ഏതാണ്? വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ ചില ആയത്തുകൾ സാമ്പിളിനു വേണ്ടി ഉദ്ധരിക്കുകയാണ്. ഏതൊരു സാധാരണക്കാരനും നേർക്കുനേരെ മനസ്സിലാക്കാൻ ഖുർആൻ ദീൻ എന്ന് പ്രയോഗിച്ചതിൽ എന്തെല്ലാം ഉൾപ്പെടും എന്ന്. വിശുദ്ധ ഖുർആൻ എന്നതാണ് ഇസ്ലാമിന്റെ ആധാരവേദമെങ്കിൽ, ഇതാണൊരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭരണഘടനയെങ്കിൽ, ഇതാണ് ഇസ്ലാമിക ജീവിതത്തിന്റെ ദിശ നിർണയിക്കേണ്ടതെങ്കിൽ, ആ വിശുദ്ധ ഖുർആൻ ദീൻ എന്ന് ഉപയോഗിച്ചതിൽ മനുഷ്യ ജീവിതത്തിന്റെ പുറത്തു നിൽക്കുന്നതല്ല, മനുഷ്യ ജീവിതത്തിന്റെ അകത്തുള്ളതെല്ലാം അതിൽ ഉൾപ്പെടും. അതിനപ്പുറം ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടതും മനുഷ്യ ജീവിതത്തിലുള്ളതെല്ലാം അല്ലാഹുവിന്റെ ദീനിലും ഉൾപ്പെടും. ഒന്നും ഒരു വിഷയവും പുറത്തല്ല. ആത്മീയതയുടെ മേഖല എന്നതുപോലെ സാമ്പത്തിക മേഖല അതിന്റെ വിഷയമാണ്, രാഷ്ട്രീയ മേഖല അതിന്റെ വിഷയമാണ്, കലാസാഹിത്യ രംഗം അതിന്റെ വിഷയമാണ്, വ്യക്തിജീവിതവും കുടുംബജീവിതവും സാമൂഹ്യ പരിവർത്തനത്തിന്റെ വിഷയങ്ങളും ഇതൊക്കെ അല്ലാഹുവിന്റെ ദീനിന്റെ ഭാഗമാണ്. അവിടെ നമ്മൾ വ്യക്തിപരമായ ആരാധനകൾ മുതൽ രാജ്യഭരണത്തിന്റെ സംവിധാനങ്ങൾ വരെ വിശുദ്ധ ഖുർആനിൽ ദീനിന്റെ ഭാഗമായി പരാമർശിക്കപ്പെട്ടത് കാണാം. ഇതുകൂടാതെ നേർക്കുനേരെ തന്നെ ദീൻ എന്ന് വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ, അതിന് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബയ്യിനയിൽ പറയുന്നു, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. എന്താണ് ദീനുൽ ഖയ്യിമ? ശരിയും സാധുവുമായ ദീൻ യഥാർത്ഥത്തിൽ എന്താണ്? അല്ലാഹു പറയുകയാണ്, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, വിധേയത്വം അല്ലാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക, ഇതല്ലാതെ മറ്റൊന്നും അവരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നേരായ മനസ്സോടുകൂടി ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത്, നമസ്കാരം സ്ഥാപിച്ച് നിലനിർത്തണം, സകാത്ത് നൽകണം. വദാലിക ദീനുൽ ഖയ്യിമ, ഇതാണ് ചൊവ്വായ ശരിയായ സാധുവായ ദീൻ. അപ്പൊ അതിൽ നിന്ന് വേഗം നമുക്ക് ബോധ്യപ്പെട്ടു, അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരവും സക്കാത്തും ഒക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ നേർക്കുനേരെ പറയുകയാണ്. ഇനി മറ്റൊരായത്തിൽ അള്ളാഹു ക്രിമിനൽ ചട്ടങ്ങളെ പരിചയപ്പെടുത്തി. ആ ക്രിമിനൽ നിയമങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ഭരണകൂടം, അധികാരമുള്ള ഒരു ഭരണകൂടം നടപ്പിലാക്കുന്ന സംഗതിയാണല്ലോ ഈ നിയമങ്ങൾ എന്ന് പറയുന്നത്. ആ ക്രിമിനൽ നിയമങ്ങളെ വിശദീകരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂർ 2-ാമത്തെ വചനം അല്ലാഹു പറയുന്നു, അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ
വലാ തൗഹുദുകും ബിഹിമാ റഅഫത്തും ഫീ ദീനില്ലാഹ്. വളരെ നേർക്കുനേരെ നമുക്ക് ലളിതമായിട്ട് പറഞ്ഞു തരികയാണ്. അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത്ത ജൽദ. വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർ, അവിവാഹിതരായ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർ, അവരുടെ കുറ്റം 4 സാക്ഷികളിലൂടെ തെളിയിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ സ്വയം അവരാ കുറ്റം സമ്മതിച്ചാൽ, ഏറ്റുപറഞ്ഞാൽ അവരെ 100 അടി വീതം അടിക്കണം. ഇതാണ് ശരീഅത്തിന്റെ നിയമം. പ്രഹരശിക്ഷ നൽകണം. അങ്ങനെ ആ ശിക്ഷ നടപ്പിലാക്കുന്നിടത്ത് വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ഈ ദീൻ, ഈ നിയമവ്യവസ്ഥ, ഈ ജീവിത പദ്ധതി നടപ്പിലാക്കുന്നിടത്ത് അടികൊള്ളുന്നത് കാണുമ്പോൾ, അതിൽ കുറ്റവാളികൾ പുളയുന്നത് കാണുമ്പോൾ ഒരിക്കലും ഒരു ദയയും നിങ്ങൾക്കുണ്ടായിക്കൂടാത്തതാകുന്നു ആ വിഷയത്തിൽ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും. വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ്. എന്താണ് ഈ ആയത്തിലെ ദീൻ? നമുക്കറിയാം, ഇവിടെ ഈ ക്രിമിനൽ നിയമത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല വ്യഭിചാരികൾക്കുള്ള ശിക്ഷാ നിയമത്തെ ദീനായിട്ട് അല്ലാഹു എണ്ണിയിരിക്കുകയാണ്. ഇനി നോക്കൂ, മറ്റൊരായത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഭക്ഷണ നിയമങ്ങൾ വിശദീകരിക്കുന്നു. ഉദാഹരണത്തിന് ചിലത് സൂചിപ്പിക്കുകയാണ്. സൂറത്തുൽ മാഇദ 3-ാം വചനം, ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹമുൽ ഖിൻസീറു വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഇങ്ങനെ ഭക്ഷണ നിയമം വിശദീകരിക്കുന്നു. നിങ്ങൾക്ക് ചില ഭക്ഷണങ്ങൾ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുകയാണ്, ഹറാമാക്കിയിരിക്കുകയാണ്. ഏതൊക്കെ ഭക്ഷണങ്ങൾ? അൽ മൈത്തത്തു ശവം, വദ്ദമു രക്തം, വലഹമുൽ ഖിൻസീരി പന്നിമാംസം, ഒമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി അല്ലാഹുവിന്റേതല്ലാത്ത പേരിൽ അറുക്കപ്പെട്ടത്, ശ്വാസം മുട്ടി ചത്തത്, എറിഞ്ഞുകൊന്നത്, ഇങ്ങനെ കുറെ സംഗതികൾ അല്ലാഹു വിശദീകരിച്ചിട്ട് ആ ആയത്തിന്റെ ഒടുവിൽ പറയും, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നാം നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ പൂർണ്ണമാക്കി തന്നിരിക്കുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം നിങ്ങളിൽ പൂർണ്ണമാക്കിയിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ ഇസ്ലാമിനെ നിങ്ങളുടെ ജീവിതക്രമമായി നാം തൃപ്തിപ്പെട്ടു തന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ. അപ്പോൾ ഈ പറഞ്ഞ ഭക്ഷണ നിയമങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ദീനിന്റെ സുപ്രധാനമായ ഭാഗമായിട്ട് അല്ലാഹു വിശദീകരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, വേറൊരു ഭാഗത്ത് സൂറത്ത് തൗബയിൽ 36-ാം വചനം അല്ലാഹു കലണ്ടറിനെ കുറിച്ച് പറയുന്നു. വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്ത വിഷയങ്ങളുടെ വൈപുല്യവും വൈവിധ്യവും മാസക്കണക്കിനെ കുറിച്ച് പറയുകയാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള്. റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്, തീർച്ചയായും അല്ലാഹുവിങ്കൽ മാസങ്ങളുടെ കണക്ക് 12 ആണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി നടന്ന ആ 1-ാം തീയതി മുതൽ, 1-ാമത്തെ സന്ദർഭം മുതൽ അല്ലാഹുവിന്റെ അടുത്ത് ദൈവികമായ കണക്കനുസരിച്ച്, സിദ്ധാന്തമനുസരിച്ച് മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറും, യുദ്ധം വിലക്കപ്പെട്ട, സംഘർഷം വിലക്കപ്പെട്ട 4 മാസങ്ങൾ അവയിലുണ്ട്. ദാലിക ദീനുൽ ഖയ്യിം, ഇതാണ് ചൊവ്വായ ദീൻ എന്ന് പറയുന്നു. നമ്മൾ ആലോചിച്ചു നോക്കും, കലണ്ടറിനെ കുറിച്ച്, കാലഗണനയെക്കുറിച്ച്, മാസങ്ങളുടെ കണക്കിനെ കുറിച്ച് ഖുർആൻ ഇതാണ് ദീൻ എന്ന് പറയുകയാണ്. കലണ്ടറിന്റെ വിഷയം പോലും ദീനിന്റെ പുറത്തല്ല എന്നർത്ഥം. അപ്പൊ ആരാധനകൾ മുതൽ, ഭക്ഷണ നിയമങ്ങൾ തൊട്ട്, സിവിൽ ക്രിമിനൽ നിയമങ്ങൾ മുതൽ എന്നുവേണ്ട ജീവിതത്തെ, മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന സമസ്ത വിഷയങ്ങളും അല്ലാഹുവിന്റെ ദീനിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. അപ്പൊ പിന്നെ അല്ലാഹുവിന്റെ ദീനിന്റെ പുറത്ത് എവിടെയാണ് ഒരു സ്പേസ് ഉള്ളത്? അഥവാ ഒരു സ്പേസ് ജീവിതത്തിലിട്ടാൽ അത് പിശാചിനെ നിങ്ങൾ പിന്തുടരലാണ് എന്നാണ് ഖുർആൻ ശക്തമായിട്ട് നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഇസ്ലാമിന് ഇത്ര സമയം കൊടുത്തു, ഇന്ന വിഷയങ്ങൾ അല്ലാഹുവിന്റെ ലിസ്റ്റിൽ ഞാൻ കൊടുത്തു, അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനപ്രകാരം ചെയ്യാം. എന്നാൽ ജീവിതത്തിന്റെ വേറെ കുറെ വിഷയങ്ങൾ, ഇന്ന മേഖലകളിൽ ഞാൻ എന്ത് ചെയ്യണം, അത് ദീൻ പറയേണ്ടതില്ല, അത് ഭൗതിക വിഷയങ്ങളാണ്, അത് ഞാൻ സൗകര്യം പോലെ, അല്ലെങ്കിൽ ഇന്ന ആളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ഞാൻ പോകും. എനിക്ക് മറ്റൊരു പോളിറ്റ് ബ്യൂറോ, എനിക്ക് മറ്റൊരു ഹൈക്കമാൻഡ്, എനിക്ക് മറ്റൊരു സുപ്രീം കൗൺസിൽ, എനിക്ക് വേറൊരു ഷൂറ. അല്ലാഹുവിന്റെ ദീനിനെതിരിലാണെങ്കിൽ ആ സംഘടനാ നേതൃത്വങ്ങൾ,
അവയുടെ മുമ്പിൽ ഞാൻ കാണിക്കുന്ന വിധേയത്വം ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല അംഗീകരിക്കുന്നില്ല. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫത്തൻ വലാ തത്തബിഉ ഖുതുവാത്. ഒരൊറ്റ പണ്ഡിതാഭിപ്രായവും നമ്മൾ ഉദ്ധരിക്കുന്നില്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ മൂലപ്രമാണങ്ങൾ മാത്രം നേർക്കുനേരെ അതിലൂടെ കടന്നുപോകുന്ന ഒരാൾക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സത്യം, സത്യവിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിന്റെ മുമ്പിൽ സമ്പൂർണമായിട്ട് കീഴടങ്ങണം, പൂർണ്ണമായിട്ട് പ്രവേശിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വിട്ടുകൊടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ കയറിയിരിക്കുക പിശാചാണ്. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും റസൂലിനെയും മാറ്റി നിർത്തിയാൽ പിന്നെ ആ മേഖലകളിൽ വരുന്നത് പിശാചായിരിക്കും, അവനുള്ള ഇബാദത്തായിരിക്കും പിന്നെ നിങ്ങൾ ചെയ്യുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അപ്പൊ ജീവിതത്തിന്റെ എല്ലാ മേഖലകളുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന അള്ളാഹുവിന്റെ ദീൻ, ആ ദീനിനെ സ്ഥാപിക്കാനാണ് പ്രവാചകന്മാർ വന്നത്. ആ പ്രവാചകന്മാരുടെ നേതൃത്വത്തിൽ വ്യവസ്ഥാപിതമായി സംഘടിതമായി ഒരു സാമൂഹ്യ ജീവിതമാണ് എല്ലാ കാലഘട്ടങ്ങളിലും മുഅ്മിനുകൾ നയിച്ചത്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഒരു നബി വന്നു, ഉപദേശിയായിട്ടല്ല ഒരു നബി വരുന്നത്, കേവലം ഉത്ബോധനം നടന്ന് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം. അങ്ങനെ ഈ ആദർശം സ്വീകരിച്ച് ഒരുമിച്ചുകൂടിയ ആളുകളിൽ അവർ വ്യക്തിപരമായിട്ട് അവരുടെ ജീവിതം ഇഷ്ടം പോലെ അവരുടെ മാളങ്ങളിൽ അവരുടെ വീടുകളിൽ അവർക്ക് കഴിഞ്ഞുകൂടാം എന്നതായിരുന്നില്ല സമീപനം. ഒമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുത്വാഅ ബിഇദ്നില്ലാഹ്. അനുസരിക്കപ്പെടാനല്ലാതെ ഒരു നബിയും വന്നിട്ടില്ല. അനുസരിക്കപ്പെടാനല്ലാതെ ഒരു നബിയും വന്നിട്ടില്ല. നേതൃത്വമായിട്ട് വരികയാണ് പ്രവാചകൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് 36-ാം വചനത്തിൽ അല്ലാഹു പറഞ്ഞു, മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അങ്ങനെ ഇതൊക്കെ അംഗീകരിച്ചു വന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെയും ദൂതന്റെയും തീരുമാനം അറിഞ്ഞപ്പോൾ പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിനുള്ള അധികാരമില്ല, പിന്നെ ചിന്താ സ്വാതന്ത്ര്യമില്ല. അവൻ അള്ളാഹുവിനും റസൂലിനും കീഴ്പ്പെടുകയാണ് വേണ്ടത്. ചിന്താ സ്വാതന്ത്ര്യത്തിന്റെ പരിധി അതാണ് ഇസ്ലാമിൽ. അള്ളാഹുവും റസൂലും ഇന്നതാണ് വിധിച്ചിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വിഷയത്തിലും പിന്നെ ഭിന്നാഭിപ്രായമില്ല, പൂർണ്ണമായിട്ടും അയാൾ അത് സ്വീകരിക്കണം എന്ന് പറയും. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച ദീൻ. ഈ ദീനിന്റെ സംസ്ഥാപനമായിരുന്നു അമ്പിയാക്കന്മാരുടെ ലക്ഷ്യം. ഇത് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും സത്യവിശ്വാസികളുടെയും ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിങ്ങൾ ഏകീകരിക്കപ്പെടണം, നിങ്ങൾ ഐക്യപ്പെടണം, നിങ്ങൾ ഒന്നിക്കണം, നിങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുമുണ്ടായിക്കൂടാ എന്ന് ഖുർആൻ. വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅൻ വലാ തതഫറഖു വലാ തഫറഖു എന്ന് വിശുദ്ധ ഖുർആൻ പറയും. വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ ഹബിൽ, അല്ലാഹുവിന്റെ കയർ അഥവാ അല്ലാഹുവിന്റെ ദീനിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. പോരാ, ഒന്നായിട്ട് മുറുകെ പിടിക്കണം. വഅ്തസിമൂ ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖു, ഈ കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള ഭിന്നിപ്പും ഉണ്ടായിക്കൂടാ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ പറയുകയാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ നേർക്കുനേരെ നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും യഥാർത്ഥത്തിൽ സംഘജീവിതത്തിനാണ്. ഖുർആനിന്റെ തുടർച്ചയായിട്ടുള്ള ശൈലി നമുക്കൊക്കെ അറിയും. യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു ഖുർആന്റെ പൊതുശൈലി അതാണ്. ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ടല്ല പറയുന്നത്, ഒരു സമൂഹത്തെ വിളിച്ചുകൊണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹുവിന്റെ പരമാധികാരം തിരിച്ചറിഞ്ഞ പടച്ചിറപ്പിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന വിഭാഗമേ, ഒരു സമൂഹത്തെ വിളിക്കുകയാണ്, ഒരു സമാജത്തെ വിളിക്കുകയാണ്, വ്യക്തിയെയല്ല സംബോധന ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾ വളരെ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നു, സംഘജീവിതം നിങ്ങൾ നയിക്കണം. ആ സംഘജീവിതത്തിന് മാത്രമേ അള്ളാഹുവിന്റെ ദീനിന്റെ താൽപര്യങ്ങളെ 100% പൂർണ്ണമാക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഈ ആയത്ത് വിശദീകരിച്ചിട്ട് തൊട്ടുടനെ അടുത്ത ആയത്തിൽ അല്ലാഹു പറയും, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകരി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആലി ഇംറാൻ സൂറത്തിലെ 104-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുകയാണ്, ഈ സമുദായത്തെ അല്ലാഹു നിർവചിക്കുകയാണ്. വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളൊരു സമാജമായി തീരണം. യദ്ഊന ഇലൽ ഖൈർ, നല്ലതിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുന്ന സമൂഹം. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആ സമൂഹത്തിന്റെ പ്രത്യേകത, അവർ നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരും തിന്മയെ വിലക്കുന്നവരുമായിരിക്കും. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് വിജയിക്കാൻ പോകുന്ന സമാജം എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇങ്ങനെയുള്ള ഒരു സമാജമായി, ഒരു സംഘമായി, ഒരു സമൂഹമായി
കൂട്ടുജീവിതം നയിക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ഇത് അള്ളാഹുവിന്റെ ആയത്തുകളാണ്. അള്ളാഹുവിന് രണ്ടു തരം ആയത്തുകളുണ്ട് എന്ന് നമുക്കറിയാം. ഒന്ന് അള്ളാഹുവിന്റെ ലിഖിതമായ ആയത്തുകളാണ്, എഴുതപ്പെട്ട ആയത്തുകൾ, അതാണ് വേദഗ്രന്ഥങ്ങൾ. വിശുദ്ധ ഖുർആൻ അടക്കമുള്ള വേദഗ്രന്ഥങ്ങൾ അള്ളാഹുവിന്റെ ലിഖിതമായ ആയത്തുകളാണ്. ഇനി അള്ളാഹുവിന് മറ്റൊരു തരം ആയത്തുകളുണ്ട്, അത് അലിഖിതമായ ആയത്തുകളാണ്. അതാണ് അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ ഈ പ്രകൃതി എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലൂടെ, അക്ഷരങ്ങളിലൂടെ, വാക്കുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന ഈ തൗഹീദിന്റെ സന്ദേശം തന്നെയാണ് ഈ പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെയും നമുക്ക് ബോധ്യപ്പെടുന്നത്. ആ പ്രകൃതിയിലേക്ക് തിരിഞ്ഞു നോക്കിയാലും ഈ സംഘജീവിതത്തിന്റെ സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയും. വിശദീകരിക്കാൻ സന്ദർഭമില്ല. നമ്മൾ ഏറ്റവും നിസ്സാരമായി കാണുന്ന ഉറുമ്പുകളുടെ ജീവിതം മുതൽ ഒരുപക്ഷെ പേടിയോടുകൂടി കാണുന്ന കാടിനെ വിറപ്പിക്കുന്ന സിംഹങ്ങളുടെ ജീവിതം വരെ പരിശോധിച്ചാൽ സംഘജീവിതത്തിന്റെ സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയും. ഉറുമ്പുകൾ സംഘടിതമായിട്ട് ജീവിക്കുന്ന സമൂഹമാണ്, സംഘടിതമായി ജീവിക്കുന്ന സമൂഹമാണ്, ഒരു നേതൃത്വത്തിന്റെ കീഴിൽ ജീവിക്കുന്ന സമൂഹമാണ്. ഒരുപക്ഷെ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കാറില്ല. 2 മില്ലിമീറ്റർ മാത്രം നീളം വരുന്ന, ഒരുപക്ഷെ അതിലൽപ്പം കൂടി കൂടുതൽ നീളം വരുന്ന ഈ ഉറുമ്പുകളുടെ ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആല അത് നമ്മുടെ മുമ്പിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മഹാനായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹവും സൈന്യവും കൂടി ഒരു യാത്ര പോയിട്ട് ഒരു സ്ഥലത്തെത്തുന്നു. ഉറുമ്പുകൾ സമൃദ്ധമായുള്ള ഒരു സ്ഥലമായിരുന്നു. വിശുദ്ധ ഖുർആനിലെ നംല്, ഉറുമ്പ് എന്ന് പറയുന്ന അധ്യായത്തിൽ അല്ലാഹു ആ കഥ വിശദീകരിച്ചിട്ടുണ്ട്. ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംൽ, ആ ഉറുമ്പുകളുടെ താഴ്വരയിലെത്തിയപ്പോൾ ഖാലത്ത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ഉദ്ഖുലൂ മസാകിനകും, ഖുർആൻ പറയുകയാണ്. അപ്പോൾ ഒരു ഉറുമ്പ് മുന്നോട്ട് വന്നു. ഖാലത്ത് നംലത്തുൻ, ആ ഉറുമ്പ് പറഞ്ഞു, യാ അയ്യുഹൻ നംൽ, അല്ലയോ ഉറുമ്പ് സമൂഹമേ, ഉദ്ഖുലൂ മസാകിനകും, നിങ്ങൾ നിങ്ങളുടെ മാളങ്ങളിലേക്കുടൻ കയറിക്കൊള്ളുക. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ, സുലൈമാനും സംഘവും വരുന്നുണ്ട്. ഒരുപക്ഷേ ആ സംഘം നിങ്ങളെ ചവിട്ടി അരച്ചു എന്ന് വരാം, നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടും. അതുകൊണ്ട് ഉറുമ്പുകളുടെ നേതാവ് അവരോട് പറയുകയാണ്, വേഗം നിങ്ങൾ മാളങ്ങളിൽ പോയി ഒളിക്കുക എന്ന് പറയുന്ന ഉറുമ്പിനെ കുറിച്ച്. 2 വയറ് സൂക്ഷിക്കുന്ന ജീവിവർഗമാണ് ഉറുമ്പ്. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഒരു വയറ് സ്വന്തത്തിനു വേണ്ടിയുള്ള ഭക്ഷണം, വേറൊരു വയറ് സമൂഹത്തിന് വേണ്ടി, സഹപ്രവർത്തകർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ശേഖരിക്കുന്നു. ഇങ്ങനെ സാമൂഹ്യ ബോധം പുലർത്തുന്ന ഉറുമ്പുകളുടെ ജീവിതം വിശുദ്ധ ഖുർആൻ തന്നെ നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. മാളത്തിനടുത്തൊരു അല്പം ഭക്ഷണം കണ്ടെത്തി ഒരു ഉറുമ്പ്. ആ ഉറുമ്പ് അവിടെ ഒരു അടയാളം അവശേഷിപ്പിക്കുകയാണ്. മറ്റുള്ള ഉറുമ്പുകൾക്ക് അത് വേഗം കണ്ടെത്താൻ വേണ്ടി തന്റെ മാളത്തിന് പുറത്ത് ഒരൽപ്പം ഭക്ഷണം, ആഹാരം കണ്ടുകിട്ടുമ്പോൾ അവിടെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി അടയാളം വെച്ചു പോകുന്ന ഉറുമ്പ് നിമിഷങ്ങൾക്കകം ഉറുമ്പുകളുടെ സമൂഹം അവിടെ പൊതിയുന്നു, ആ ആഹാരം ശേഖരിക്കുന്നു. അപകടം വരുമ്പോൾ മുന്നറിയിപ്പ് നൽകുന്ന ഉറുമ്പുകൾ. ഞാൻ സൂചിപ്പിക്കുന്നത് സംഘജീവിതം എന്ന് പറയുന്നത്, കൂട്ടുജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ലിഖിതമായ ഈ ആയത്തുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് പോലെ അള്ളാഹുവിന്റെ അലിഖിതമായ ഈ പ്രപഞ്ചമാകുന്ന ആയത്തുകൾ പരിശോധിച്ചാലും നമുക്ക് ബോധ്യമാകും. സിംഹങ്ങൾ കൂട്ടമായിട്ടാണ് സഞ്ചരിക്കാറ്. നമ്മുടെ ഗുജറാത്തിലെ ഗീർവനങ്ങളിലൊക്കെ ഉണ്ടല്ലോ സിംഹങ്ങൾ. സിംഹങ്ങൾ കൂട്ടമായിട്ടാണ് ജീവിക്കാറ്. 10-15 ആളുകൾ വരുന്ന ഒരു സംഘമായിട്ടാണ് സഞ്ചരിക്കുന്നത്. അപകടം വരുമ്പോൾ നേതാവിന്റെ നേതൃത്വത്തിലാണ് അതിനെ പ്രതിരോധിക്കുന്നത്. അല്ല, ഒരു ഇരയെ പിടിച്ചു എന്ന് സങ്കല്പിക്കുക. നേതാവായ സിംഹം ആ ഇരയെ കൈകാര്യം ചെയ്യുന്നിടത്ത് അതിന്റെ സാമൂഹ്യബോധം റബ്ബ് സുബ്ഹാനഹു വ തആല സഹജമായിട്ട് സമ്മാനിച്ച ഇൻസ്റ്റിങ്ക്റ്റിലി അതിലൊക്കെയുള്ള ആ ബോധം പ്രവർത്തിക്കുന്നു. ആ കുടുംബത്തിലെ ഏറ്റവും പ്രായമായ സിംഹത്തിനാണ് ആദ്യമായിട്ട് ആഹാരം കൊടുക്കുക, ഇര കൊടുക്കുക. പ്രിയമുള്ളവരെ, ഇങ്ങനെ റബ്ബിന്റെ ആയത്തുകൾ പരിശോധിച്ചാലും ഈ സംഘജീവിതത്തിന്റെ സൗന്ദര്യം നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന്, പ്രവാചകന്റെ വചനങ്ങളിൽ നിന്ന് ഈ ആദർശ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി സംഘടിതമായി ഒരു നേതൃത്വത്തിന്റെ കീഴിൽ വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോകേണ്ട ഒരു സമാജമാണ് നിങ്ങൾ എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ കാര്യത്തിൽ ഭിന്നിക്കരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, ഇതിൽ നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. ഭിന്നത അപകടമാണ്. ഭിന്നത വരുന്നത് പിശാചിൽ നിന്നാണ്. ഒരുപക്ഷെ പല കോലത്തിലും, പല രൂപങ്ങളിലും, പല നേതാക്കളുടെ കോലത്തിലും, സംഘടനകളുടെ രൂപത്തിലും, പ്രസ്ഥാനങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും രൂപത്തിലും, ഭരണകൂടങ്ങളുടെ രൂപത്തിലുമൊക്കെ ഒരുപക്ഷെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, അത് പിശാചിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭിന്നതയെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞു, അലൈക്കും ബിൽ ജമാഅ,
സംഘടിത ശക്തിയെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. വഇയ്യാകും വൽ ഫുർഖ, ഭിന്നതയെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നമാ യഅകുലുൽ ദിഅബുൽ ഗനമൽ ഖാസിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആടിനെയാണ് ചെന്നായി പിടിക്കുക എന്ന് പ്രവാചകൻ വളരെ മനോഹരമായിട്ട് പറഞ്ഞു തരുന്നു. അശ്ശൈത്താനു ദിഅബുൽ ഇൻസാൻ, മനുഷ്യനെ പിടിക്കുന്ന ചെന്നായി എന്ന് പറയുന്നത് സാക്ഷാൽ ശൈത്താൻ തന്നെയാണ്. സഹാബിമാർക്കിടയിൽ എന്തോ വെള്ളമെടുക്കുന്ന കാര്യത്തിൽ ഒരു തർക്കം വന്നു ഒരിക്കൽ. ആ തർക്കം അങ്ങനെ വളർന്നു, അങ്ങനെ ഒരു പ്രശ്നമായി. റസൂലുള്ളാഹി അത് പരിഹരിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു, ഇന്നമാ ദാലികും മിനശ് ശൈത്താൻ, ഇന്നമാ ദാലികും മിനശ് ശൈത്താൻ, തീർച്ചയായും ആ ഭിന്നത വന്നത്, ആ തർക്കമുണ്ടാക്കിയത് യഥാർത്ഥത്തിൽ പിശാചാണ് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഒറ്റപ്പെട്ട് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ നിസ്കാരവും നോമ്പും ഹജ്ജുമൊക്കെ ചെയ്തിട്ട് അങ്ങനെ ജീവിക്കാം, എന്റെ ഇസ്ലാമികമായ ബാധ്യത തീർന്നു എന്നൊരു വാദം നമുക്കുണ്ടെങ്കിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം, പിശാച് പിടികൂടാൻ വളരെ സാധ്യതയുണ്ട്. ഫഇന്ന ശൈത്താന മഅൽ വാഹിദ്, അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവന്റെ കൂടെയാണ് യഥാർത്ഥത്തിൽ പിശാചുള്ളത്. വഹുവ മിനൽ ഇസ്നൈനി അബഅദ, ഒരാൾ രണ്ടാളായാൽ കുറച്ചും കൂടി പിശാച് അകന്നു നിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നമ്മെ പഠിപ്പിക്കുകയാണ്. മഹത്തായ ഇസ്ലാമിന്റെ സാമൂഹ്യ ദൗത്യം, ആ സംഘജീവിതം, ഇതിൽ നിന്നകന്ന് സ്വന്തം ഭൗതിക സുഖങ്ങളും കാര്യങ്ങളും മാത്രം നോക്കി കഴിഞ്ഞുകൂടാനുള്ള പ്രവണത ദീനിയല്ല എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. പലപ്പോഴും ദുനിയാവിന്റെ സുഖങ്ങൾ കാണുമ്പോഴാണ് മനുഷ്യർ സാമൂഹ്യ ദൗത്യത്തിൽ നിന്ന്, ആ സോഷ്യൽ മിഷനിൽ നിന്നൊക്കെ അകന്നു പോകുന്നത്. ഒരു സഹാബി ഒരിക്കൽ അങ്ങനെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്തു പോകുമ്പോൾ, കച്ചവട യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു സ്ഥലം അദ്ദേഹം കണ്ടെത്തി. വളരെ മനോഹരമായ ഒരു സ്ഥലം, പക്ഷികൾ പറന്നു നടക്കുന്ന, വെള്ളത്തിന്റെ ഉറവ് ധാരാളമുള്ള, വളരെ അങ്ങേയറ്റം ആകർഷകമായ ഒരു സ്ഥലം അദ്ദേഹം കാണുകയാണ്. ഒരു മലയുടെ താഴ്വര. അദ്ദേഹം വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി ആ സ്ഥലം. വളരെ വിദൂരത്തുള്ള ആ സ്ഥലത്ത് പോയിട്ട് ഞാൻ പാർത്തോട്ടെ എന്ന്, താമസിച്ചോട്ടെ എന്ന് നബിയോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരവും നോമ്പും ഇബാദത്തുമൊക്കെയായിട്ട് ഞാൻ അവിടെ കഴിഞ്ഞുകൂടിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഫ്അൽ, താങ്കൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഫഇന്ന മഖാമ അഹദികും ഫീ സബീലില്ലാഹി അഫ്ളലു മിൻ സ്വലാത്തിഹി ഫീ ബൈതിഹി 70 ആമൻ. പ്രവാചകൻ വിശദീകരിച്ചു, 70 കൊല്ലക്കാലം ഒരാളയാളുടെ വീട്ടിൽ നമസ്കാരവും ഇബാദത്തുകളുമൊക്കെയായിട്ട് തന്റെ വ്യക്തിജീവിതത്തിൽ ഇസ്ലാമൊക്കെ ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞുകൂടുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അയാൾ നിൽക്കുന്നത്. ഫഇന്ന മഖാമ അഹദികും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിനോടുള്ള അവകാശങ്ങൾ പൂർത്തീകരിക്കുന്നതോടൊപ്പം അവന്റെ അടിമകളോടുള്ള അവകാശങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് തന്റെ സാമൂഹികമായ ദൗത്യത്തിന് വേണ്ടി സംഘജീവിതത്തിൽ അയാൾക്കൊരു സ്ഥാനമുണ്ടെങ്കിൽ ആ സ്ഥാനമാണ് യഥാർത്ഥത്തിൽ നയനാനന്ദകരമായ ഒരു പ്രകൃതിയിൽ പോയി വ്യക്തിപരമായിട്ടുള്ള ഇസ്ലാമൊക്കെ സാക്ഷാത്കരിച്ച് ജീവിക്കുന്നതിനേക്കാൾ അഫ്ളലായത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. തീർച്ചയായും സമകാലിക ലോകത്ത് ഇസ്ലാമിനൊരു ദൗത്യമുണ്ട്. അത് അമ്പിയാക്കന്മാർ നിർവഹിച്ച ദൗത്യമാണ്, അമ്പിയാക്കന്മാരുടെ അനുചരന്മാർ നിർവഹിച്ച ദൗത്യമാണ്. ആ ദൗത്യ സാക്ഷാത്കാരം, ഇസ്ലാമിന്റെ ലക്ഷ്യങ്ങൾ, അതൊരു വ്യക്തി കുറച്ചാളുകൾക്ക് കാരുണ്യ പ്രവർത്തനം നടത്തുന്നു, കുറെ ആളുകൾക്ക് പണം കൊടുത്തുന്നു, സഹായിക്കുന്നു, കുറെ ആളുകൾക്ക് അരി കൊടുക്കുന്നു, ഏതോ റിലീഫ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു. അയാളുടെ ഇസ്ലാമിക ദൗത്യം പൂർണ്ണമായോ? ഒരിക്കലുമില്ല. കേവലം ചില വ്യക്തിപരമായിട്ടുള്ള സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും ആരാധനകളും നിർവഹിച്ചതുകൊണ്ട് അയാളുടെ സാമൂഹ്യ ദൗത്യം സാക്ഷാത്കരിക്കപ്പെടുകയില്ലെന്നും ഇസ്ലാമിന്റെ താൽപര്യങ്ങൾ ഒരുപക്ഷെ പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഇസ്ലാമിന്റേതായ ഒരു വ്യവസ്ഥയും ഒരു ഭൂമിയും ഇവിടെ ഉണ്ടാകണമെന്നും അതാണ് യഥാർത്ഥത്തിൽ അമ്പിയാക്കന്മാരെ നിയോഗിച്ചതിന്റെ ലക്ഷ്യമെന്നും ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെ വിശദീകരിച്ചുകൊണ്ട് അൻ അഖീമുദ്ദീന എന്ന് പറഞ്ഞതിൽ ആ ദീനിന്റെ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുമെന്നും അതേറ്റവും ഭംഗിയായി വിവേകത്തോടുകൂടി ക്ഷമയോടെ സ്ഥൈര്യത്തോടുകൂടി ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ സന്ദേശത്തിന്റെ പ്രബോധനമായിരിക്കണം. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസനത്തി വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ജീവിക്കുന്ന കാലഘട്ടവും സമൂഹവുമായി ഏറ്റവും സുന്ദരമായി സംവദിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഈ ദീനിന്റെ ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ സ്വന്തം പങ്കാളിത്തം ഈ സംഘജീവിതത്തിന്റെ ഓഹരി നിർവഹിച്ചുകൊണ്ട് നിറവേറ്റലാണ് ഒരു മുസ്ലിമിന്റെ ദൗത്യമെന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ചരിത്രവും അതുപോലെ ഇസ്ലാമിലെ ഇബാദത്തുകളുടെ ചൈതന്യവും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഈ വിഷയം ശരിയായി പഠിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ചില വശങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.